റായ്ബറേലിയിലെ എയിംസിൽ സന്ദർശനം നടത്തിയ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായതിനു ശേഷമുള്ള ആദ്യ സന്ദർശനമാണിത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് വിനീത വി.ജി ചേരുകയാണ്. വിനീത, പ്രതിപക്ഷ നേതാവായ ശേഷം റായ്ബറേലിയിലെ എയിംസിലെ ആദ്യ സന്ദർശനം എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു? തീർച്ചയായും ക്രിസ്റ്റീന, വലിയൊരു പ്രാധാന്യം തന്നെയാണ് ഈ സന്ദർശനത്തിനുള്ളത്. കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ സ്വന്തം മണ്ഡലത്തിലേക്ക് തന്നെ അദ്ദേഹം നടത്തുന്ന ആദ്യ സന്ദർശനമാണ്. റായ്ബറേലിയിലെ വിവിധ ഇടങ്ങൾ രാഹുൽ ഗാന്ധി സന്ദർശിക്കുന്നുണ്ട്. രാവിലെ അദ്ദേഹം അവിടെ എത്തി അവിടെയുള്ള ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവിടെയുള്ള ചില ആളുകളുമൊക്കെ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ എയിംസിലെ അവിടുത്തെ ജീവനക്കാരുമൊക്കെയായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയാണ്. ഒപ്പം തന്നെ കർഷകരുടെ മണ്ഡപത്തിലെത്തി അദ്ദേഹം ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ തന്റെ മണ്ഡലത്തിലെ എല്ലാ ഇടങ്ങളിലേക്കും രാഹുൽ ഗാന്ധി എത്തി അവിടെയുള്ളവരുമൊക്കെയായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. വൈകിട്ട് പ്രവർത്തകരുമായി അദ്ദേഹം സംവദിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതിനുശേഷം പിന്നീട് ഈ സിയാച്ചിനിലെ ബംഗറിലെ തീപിടുത്തത്തിൽ വീരമൃത്യു വരിച്ച ക്യാപ്റ്റൻ അൻഷുമാൻ സിംഗിന്റെ കുടുംബത്തെയും രാഹുൽ ഗാന്ധി ഇന്ന് കൂടിക്കാഴ്ച ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആസാമിലെയും ഒപ്പം തന്നെ മണിപ്പൂരിലെയും ഒക്കെ സന്ദർശനത്തിന് ശേഷമാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്, റായ്ബറേലിയിലെ വിവിധ ഇടങ്ങൾ അദ്ദേഹം സന്ദർശിക്കും. അതിനുശേഷം വൈകിട്ടോടുകൂടി അദ്ദേഹം തിരിച്ച് ഡൽഹിയിലേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ശരി, ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു വിനീത വി.ജി.